പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ ജനനത്തീയതി ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഉദ്ദേശിക്കുന്നത്. ഡേറ്റ് ഓഫ് ബർത്ത് അറിയാത്ത പഴയ ആൾക്കാരുണ്ടല്ലോ, 19 വയസ്സായ ആൾക്കാർക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും അറിയില്ലായിരിക്കും. അവരവരുടെ വർഷം എഴുതിയാൽ മതി. അത് ഒരു പ്രധാന കാര്യമാണ്. പിന്നെ ആധാർ നമ്പർ ഓപ്ഷനിലാണ്, എഴുതുന്നത് നല്ലതാണ്. മൊബൈൽ നമ്പർ മസ്റ്റായിട്ട് എഴുതണം. കാരണം പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു OTP കാര്യങ്ങൾ എന്തെങ്കിലും വരുന്നെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറിലാണ് ആ OTP വരുന്നത്. നിങ്ങളുടെ വോട്ടർ ID മിസ്സായാലും അതിൻ്റെ നമ്പർ മറന്നു പോയാലും ഒക്കെ മൊബൈൽ നമ്പറിലാണ് അത് ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ ആ മൊബൈൽ നമ്പർ മസ്റ്റായിട്ട് കൊടുക്കണം. പിന്നെ പിതാവിൻ്റെ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ പേര്, അവരുടെ എപ്പിക് നമ്പർ ഉണ്ടെങ്കിൽ, പഴയ ആൾക്കാരാണെങ്കിൽ എപ്പിക് നമ്പർ ഉണ്ടാവില്ല, ഇല്ലയെന്ന് എഴുതിയാൽ മതി. പിന്നെ മാതാവിൻ്റെ പേര്, മാതാവിൻ്റെ എപ്പിക് നമ്പർ, പങ്കാളിയുടെ പേര്, കല്യാണം കഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിച്ച ആളുടെ പേരും എപ്പിക് നമ്പറും അത് എഴുതുക. അതും നിർബന്ധമല്ല, ബാധകമാണെങ്കിൽ കല്യാണം കഴിച്ചെങ്കിൽ മാത്രം ആ ഡീറ്റെയിൽസ് എഴുതിയാൽ മതി.